നിങ്ങൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാകുമോ? നിങ്ങളുടെ സന്തോഷങ്ങളിൽ ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ അസൂയയുടെ കനൽ എരിയുന്നുണ്ടാകുമോ? സ്നേഹത്തിന്റെ പുണ്യം തുളുമ്പുന്ന വാക്കുകൾ പറയുന്ന പലരും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വന്നവരാണെങ്കിലോ? മനുഷ്യബന്ധങ്ങളുടെ ആഴക്കടലിൽ മുങ്ങാംകുഴിയിടുമ്പോൾ ആരൊക്കെയാണ് മുത്തുകളെന്നും ആരൊക്കെയാണ് വിഷപ്പാമ്പുകളെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം ഒരു വലിയ ദുരന്തമായി മാറും. ഇതിനെക്കുറിച്ച് 2400 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ ആചാര്യ ചാണക്യൻ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സ്നേഹം അഭിനയിച്ചു നിങ്ങളെ ചതിക്കുന്നവരെ തിരിച്ചറിയാൻ ചാണക്യൻ പറയുന്ന 6 പ്രധാന ലക്ഷണങ്ങളും അതിന്റെ ആഴത്തിലുള്ള വശങ്ങളും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത്, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സ്നേഹമാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരാളുടെ സ്വഭാവം അയാളുടെ സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അഭിനയിക്കുന്നവർക്ക് നിങ്ങളൊരു വ്യക്തിയല്ല, മറിച്ച് അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ഉപകരണം മാത്രമാണ്. അവർക്ക് പണമോ കരിയറിലെ ഒരു ശുപാർശയോ അല്ലെങ്കിൽ അവരുടെ ഏകാന്തത മാറ്റാനുള്ള ഒരു ഉപാധിയോ ആയി മാത്രമേ നിങ്ങളെ ആവശ്യമുള്ളൂ. തങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്ന ഇത്തരക്കാർ ആ കാര്യം നടന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾക്കൊരു സഹായം ആവശ്യമായി വരുമ്പോൾ അവർ എപ്പോഴും വലിയ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ ഒഴുകുകഴിവുകൾ നിരത്തി ഒഴിഞ്ഞുമാറും. ഇവരുടെ സ്നേഹം എപ്പോഴും ഉപാധികളോടെയുള്ളതാണ്. അതായത് നിങ്ങൾ അവർക്ക് എന്ത് നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ സ്നേഹത്തിന്റെ അളവ്. ഒരു ചക്രം കൊണ്ട് മാത്രം രഥമോടില്ല എന്ന് ചാണക്യൻ പറഞ്ഞതുപോലെ രണ്ടു വശത്തുനിന്നും നിസ്വാർത്ഥമായ ഒഴുക്കില്ലാത്ത ഇത്തരം ബന്ധങ്ങൾ കേവലം വസന്തകാല സുഹൃത്തുക്കൾ മാത്രമാണ്. വേനൽ കടുക്കുമ്പോൾ തണൽ തേടി അവർ മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ജാനീയാത് പ്രേഷണേ ഭൃത്യാൻ ബാന്ധവാൻ വ്യസനാഗമേ മിത്രം ച പതി കാലേച്ച ഭാര്യാം ച വിഭവക്ഷയെ. അതായത് ജോലി ഏൽപ്പിക്കുമ്പോൾ വേലക്കാരെയും കഷ്ടപ്പാടുകൾ വരുമ്പോൾ ബന്ധുക്കളെയും ആപത്കാലത്ത് സുഹൃത്തിനെയും സമ്പത്ത് നശിക്കുമ്പോൾ ഭാര്യയെയും തിരിച്ചറിയാം എന്നാണ്. രണ്ടാമതായി, മറ്റുള്ളവരുടെ മുന്നിലെ അതിഭാവുകത്വം അഥവാ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ. സത്യമായ സ്നേഹം നിശബ്ദവും പക്വവുമാണ്. എന്നാൽ അഭിനയിക്കുന്നവർക്ക് സ്നേഹമെന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു നാടകമാണ്. 4 പേർ കാണുന്ന സ്ഥലങ്ങളിലോ കൂട്ടുകാർക്കിടയിലോ നിങ്ങളെ അമിതമായി പുകഴ്ത്തുകയും ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇവർ നിങ്ങൾ 2 പേർ മാത്രമുള്ളപ്പോൾ തികഞ്ഞ നിസ്സംഗതയോ മൗനമോ കാണിക്കുന്നു. വാക്കുകളിൽ തേൻ പുരട്ടി വഞ്ചിക്കുന്നവനെ ചാണക്യൻ ഉപേക്ഷിക്കാൻ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇവരുടെ സ്നേഹപ്രകടനം പലപ്പോഴും സ്വന്തം പ്രതിച്ഛിത വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങൾ വലിയൊരു ബന്ധത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഉള്ള തന്ത്രം മാത്രമാണ്. നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളോ രഹസ്യങ്ങളോ പോലും മറ്റുള്ളവരുടെ മുന്നിൽ തമാശ രൂപേണ വെളിവാക്കാൻ ഇവർക്ക് മടിയുണ്ടാവില്ല. അമിതമായ പുകഴ്ത്തലുകൾ നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ടുപടരാനുള്ള ശ്രമമാണെന്നും സ്നേഹം വാക്കുകളിലല്ല മറിച്ച് പ്രവൃത്തികളിലാണ് പ്രകടമാകേണ്ടതെന്നും നാം തിരിച്ചറിയണം. ആചാര്യ ചാണക്യൻ പറയുന്നു: പരോക്ഷകാര്യഹന്താരം പ്രത്യക്ഷപ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷ്കുംഭം പയോമുഖം. പിന്നിൽ നിന്ന് കാര്യങ്ങൾ നശിപ്പിക്കുകയും നേർക്കുനേരെ മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവനെ വിഷം നിറഞ്ഞതും മുകളിൽ അല്പം പാല് പുരട്ടിയതുമായ പാത്രം പോലെ ഉപേക്ഷിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ വീഴ്ചകളിൽ സന്തോഷിക്കുന്ന മനസ്സ്. അസൂയയും സ്നേഹവും ഒരിക്കലും ഒന്നിച്ചു പോകില്ല എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. അഭിനയിക്കുന്നവർ നിങ്ങളുടെ മുഖത്ത് സങ്കടം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ അവർക്ക് ചെറിയൊരു സന്തോഷമുണ്ടാകും. ഇതിനെ തിരിച്ചറിയാൻ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമാണ്. നിങ്ങളുടെ നേട്ടങ്ങളെ വെറും ഭാഗ്യമെന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കാനും നിങ്ങളുടെ കഠിനാധ്വാനത്തെ തരം താഴ്ത്താനും ഇവർ ശ്രമിക്കും. മറ്റുള്ളവരുടെ വിജയങ്ങളെ നിങ്ങളുടെ മുന്നിൽ വെച്ച് അമിതമായി പുകഴ്ത്തി നിങ്ങളിൽ അപകർഷതാബോധം വളർത്തുന്നത് ഇവരുടെ ശൈലിയാണ്. നിങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്താൽ അത് ആഘോഷമാക്കാനും എല്ലാവരോടും അത് വിളിച്ചു പറയാനും ഇവർക്ക് വലിയ ഉത്സാഹമായിരിക്കും. ഉപദേശത്തിന്റെ മറവിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വളർച്ചയിൽ അസ്വസ്ഥരാണ്. നിങ്ങളുടെ താഴ്ചയിൽ സന്തോഷിക്കുന്നവൻ ഒരിക്കലും നിങ്ങളുടെ ഹിതേഷിയല്ല എന്നും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ചാണക്യനീതി പ്രകാരം ഉത്സവേ വ്യസനേ ചൈവ ദുർഭിക്ഷയെ രാഷ്ട്രവിപ്ലവേ രാജദ്വാരേ ശ്മശാനേ ച യസ്തിഷ്ഠതി സ ബാന്ധവഃ. അതായത് സന്തോഷവേളകളിലും കഷ്ടപ്പാടുകളിലും ക്ഷാമകാലത്തും രാജ്യത്ത് കലാപമുണ്ടാകുമ്പോഴും കോടതിയിലും ശ്മശാനത്തിലും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു. നാലാമതായി, ബഹുമാനമില്ലായ്മയും നിയന്ത്രണങ്ങളും. ബഹുമാനമില്ലാത്ത സ്നേഹം ചാണക്യന്റെ കാഴ്ചപ്പാടിൽ വെറും അടിമത്തമാണ്. ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ല, മറിച്ച് അധികാരം മാത്രമാണ്.
തമാശ എന്ന പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പരിഹസിക്കുന്നതും നിങ്ങളുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും കപടസ്നേഹത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ വിലയുള്ളവരായി കാണാൻ തുടങ്ങും. എപ്പോഴും നിങ്ങളെ സംശയിക്കുകയും നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കടന്നുകയറുകയും ചെയ്യുന്നത് സ്നേഹമല്ല, മറിച്ച് നിയന്ത്രണാധികാരമാണ്. ചന്ദനമരം മൃദുലാണെങ്കിലും അത് വെട്ടിമുറിക്കപ്പെടും എന്ന് ചാണക്യൻ പറഞ്ഞതുപോലെ, നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്ത് നിങ്ങളെ മാനസികമായി തളർത്തുന്ന ഇത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയുള്ളൂ. ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യസ്മിൻ ദേശേ ന സമ്മാനം ന വൃത്തിർ ന ച ബാന്ധവാഹ ന ച വിദ്യാഗമഃ കശ്ചിത് തം ദേശം പരിവർജയേത്. അതായത്, എവിടെയാണോ ബഹുമാനമില്ലാത്തത്, ഉപജീവനമാർഗമില്ലാത്തത്, ബന്ധുക്കളില്ലാത്തത്, വിദ്യ നേടാൻ സാഹചര്യമില്ലാത്തത്, ആ സ്ഥലം ഉപേക്ഷിക്കുക എന്നതാണർത്ഥം. ഇത് ബന്ധങ്ങൾക്കും ബാധകമാണ്. അഞ്ചാമതായി, പ്രതിസന്ധിഘട്ടത്തിലെ പിൻവാങ്ങൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടമാണ് പ്രതിസന്ധികൾ. നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോഴോ, സാമ്പത്തികമായി തകരുമ്പോഴോ, അല്ലെങ്കിൽ അസുഖം ബാധിക്കുമ്പോഴോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കും. ആപത്തു വരുമ്പോൾ സുഹൃത്തിനെയും യുദ്ധത്തിൽ വീരനെയും തിരിച്ചറിയാം എന്ന ചാണക്യന്റെ വചനം ഇവിടെ അന്വർത്ഥമാണ്. നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങളെ ചേർത്തു പിടിക്കുന്നതിനു പകരം പലതരം ഒഴുകുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല. അവർക്ക് നിങ്ങളുടെ നല്ല കാലവും സൗകര്യങ്ങളും മാത്രമേ ഇഷ്ടമായിരുന്നുള്ളൂ. നിങ്ങളുടെ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതും സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാത്തതും അവർ നിങ്ങളെ കൈവിടാൻ തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ഇരുട്ടിൽ നിഴൽ പോലും നമ്മെ കൈവിടും എന്ന് പറയുന്നത് ഇത്തരം കപടസ്നേഹിതരുടെ കാര്യത്തിലാണ്. നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങളെ താങ്ങാൻ വരാത്തവർ നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരാൻ അർഹരല്ല. ആപത്സു മിത്രം ജാനീയാത് യുദ്ധേ ശൂരം മൃണേഷുജിം ഭാര്യാം ക്ഷീണേഷു വിത്തേഷു വ്യസനേഷു ച ബാന്ധവാൻ. അതായത്, ആപത്തു വരുമ്പോൾ സുഹൃത്തിനെയും, യുദ്ധത്തിൽ വീരനെയും, കടബാധ്യത വരുമ്പോൾ സത്യസന്ധനെയും, സമ്പത്ത് നശിക്കുമ്പോൾ ഭാര്യയെയും, കഷ്ടപ്പാടുകളിൽ ബന്ധുക്കളെയും തിരിച്ചറിയാം എന്നാണ്. ആറാമതായി, രഹസ്യങ്ങൾ ആയുധമാക്കുന്നവർ. യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളുടെ ബലഹീനതകളെ സംരക്ഷിക്കുമ്പോൾ കപടസ്നേഹികൾ അവയെ നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായി കരുതിവെക്കുന്നു. നിങ്ങൾ അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെ അവരോട് പങ്കുവെച്ച വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങൾ പിന്നീടൊരു തർക്കമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലോ നിങ്ങളെ തളർത്താനായി അവർ പുറത്തെടുക്കും. സ്നേഹത്തിന്റെ പുതപ്പിനുള്ളിലിരുന്നുകൊണ്ട് നിങ്ങളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കാൻ ഇവർക്ക് മടിയുണ്ടാവില്ല. ചാണക്യൻ പറയുന്നത് പാമ്പിനേക്കാൾ അപകടകാരിയാണ് ചതിയാന സുഹൃത്ത് എന്നാണ്. കാരണം പാമ്പ് ഭയപ്പെടുമ്പോൾ മാത്രമേ കടിക്കൂ, എന്നാൽ വഞ്ചകൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുന്നവരോ അവ ഉപയോഗിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരോ ഒരിക്കലും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളല്ല. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ന വിശ്വസേത് കുമിത്രേ ച മിത്രേ ആബി ന വിശ്വസേത് കദാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത്. അതായത്, ചീത്ത സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്, നല്ല സുഹൃത്തിനെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ സുഹൃത്ത് നിങ്ങളോട് പിണങ്ങിയാൽ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അയാൾ പരസ്യമാക്കിയേക്കാം. ഈ 6 ലക്ഷണങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവരെ വെറുക്കണമെന്നല്ല ചാണക്യൻ പറയുന്നത്, മറിച്ച് അവരിൽ നിന്ന് അകലം പാലിക്കണം എന്നാണ്. നിങ്ങളുടെ ഊർജ്ജവും സ്നേഹവും അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ചാണക്യന്റെ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.